ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ 10th ലെവൽ കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോഗ്രഫി എന്ന് വന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട ഏതൊക്കെ ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് 4 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാണ്. ഏതൊക്കെയാണ്? സെക്രട്ടേറിയറ്റ് OAയുടെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഫീമെയിൽ പ്രിസൺ ഓഫീസർ, ഇങ്ങനെ 4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ജോഗ്രഫിയിൽ നിന്നും ഓരോ ഭാഗത്തു നിന്നും 5 വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. 5 തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് 3 രീതിയിലാണ് ജോഗ്രഫി പഠിക്കാനുള്ളത്. ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് 3 രീതിയിലാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി എന്നുള്ള ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ കേരള ജോഗ്രഫീൻ്റെ ആണെങ്കിലും ഇന്ത്യൻ ജോഗ്രഫീൻ്റെ ആണെങ്കിലൊക്കെ വെയിറ്റേജ് വളരെ കുറവാണ്. ഇത് നോക്കിക്കേ, ഇതിൽ തന്നെ ഇത്രയും ടോപ്പിക്സ് എടുത്ത് നോക്കുമ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3 ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ഏതിൽ നിന്നാ? ഭൂരൂപങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അടുത്തത് പ്രാദേശികവാദങ്ങൾ, ലോക്കൽ വിൻസ് എന്നുള്ള ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സമുദ്രജല പ്രവാഹങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നദികളുടെ ഭാഗത്തു നിന്ന് 2 ക്വസ്റ്റ്യൻസ്, വലിയ ടോപ്പിക്കാ അല്ലെ നദികൾ, പക്ഷെ അവിടുന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഭൂപ്രകൃതി 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പെരിഹീലിയൻ, അപ്ഹീലിയൻ പോലുള്ള ടേംസ് ഉണ്ടല്ലോ, അപ്പോൾ പെരിഹീലിയനുമായി ബന്ധപ്പെട്ട ടേം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളറ എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുന്ന ഒരു പോർഷനാണ്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. മിനറലുകൾ എന്ന ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ശിലകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്രവാതങ്ങളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു. മാപ്പുകളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ രീതിയിലാണ് ടോപ്പിക്കുകളുടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് ഇവിടെ നിന്നൊക്കെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കേ, ആദ്യം പ്രാദേശികവാദങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് സെക്രട്ടേറിയറ്റ് OAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്, മറ്റൊന്ന് VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രാദേശികവാദങ്ങളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് സെക്രട്ടേറിയറ്റ് OAക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, മാംഗോ ഷവർ ആണ് ഇതിന്റെ ആൻസർ. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, അതായത് VFAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെ തന്നെ ഒരു പ്രാദേശികവാദത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. ചിനൂക്ക്, ലൂ, ചക്രവാദം, ഹർമാറ്റം എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് പ്രാദേശികവാദം അല്ലാത്തത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി, ചക്രവാദം അല്ലെങ്കിൽ സൈക്ലോൺസ് എന്നുള്ളതാണ്. അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രാദേശികവാദങ്ങൾ എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പം പ്രാദേശികവാദങ്ങളുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്താ ഈ പ്രാദേശികവാദങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ഒരു ചെറിയൊരു പ്രദേശത്തേക്ക് അല്ലെ, ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രാദേശികവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തരം പ്രാദേശികവാദങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ പ്രധാനമായിട്ടും അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി തുടങ്ങിയവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടും അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിനൂക്ക്, ഫോൻ, ഹർമാട്ടൻ തുടങ്ങിയ പ്രാദേശികവാദങ്ങളെ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടേബിൾ നോക്കിക്കേ, നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളും അത് വീശുന്ന പ്രദേശവും അതിന്റെ ഒരു സവിശേഷതകളുമാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അല്ലെ, നോർത്ത് ഇന്ത്യയിൽ വീശുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാദേശികവാദമാണ് ലൂ. ലൂവിന്റെ പ്രത്യേകത എന്താ? ലൂ ഒരു ഉഷ്ണ
കാറ്റാണ് അല്ലെ, ഒരു ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റാണ് ഏത്? ചിനൂക്ക് എന്ന് പറയുന്നത്. ചിനൂക്ക് വീശുന്ന പ്രദേശം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരിവാണ് അല്ലെ, വടക്കേ അമേരിക്കയിലാണെന്ന് ഓർക്കുക. അതെന്താണ്? വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റാണ് ഏത്? ഫോൺ എന്ന് പറയുന്നത് യൂറോപ്പിലെ ആൽസ് പർവ്വത ചെരുവിലാണ് എന്ത് വീശുന്നത്? ഫോൺ വീശുന്നത്. ഓക്കെ, അതും എന്താണ്? വരണ്ട ഉഷ്ണക്കാറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റാണ് ഹർമാറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ലോക്കൽ വിൻഡ്. ഇതെവിടെയാ വീശുന്നത്? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമികളിലാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു സവിശേഷത എന്താ? അവിടുത്തെ കൊടും ചൂടിന് കുറച്ചൊരു ആശ്വാസം കൊടുക്കുന്ന ഒരു കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാറ്റുകൾ നമ്മൾ പറഞ്ഞില്ലേ, പ്രാദേശികവാദങ്ങൾ നമ്മൾ പറഞ്ഞു. മാംഗോ ഷവർ എവിടേക്കാ? കേരളം, കർണാടകം തുടങ്ങിയ ഏരിയാസിലാണ് അല്ലെ, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ് മാംഗോ ഷവർ വീശുന്നത്. എന്നാൽ കാൽ ബൈശാഖി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാൽ ബൈശാഖി എവിടെയാണ്? പശ്ചിമ ബംഗാൾ, ബീഹാർ, ആസം തുടങ്ങിയ മേഖലകളിലാണ് കാൽ ബൈശാഖി ഉള്ളത് അല്ലെ. ഓക്കെ, ഇനി ഈജിപ്തിൽ വീശുന്ന ഒരു വരണ്ട ഉഷ്ണക്കാറ്റുണ്ട്. ഏതാണെന്നറിയോ? ഈജിപ്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഗാംസിൻ എന്ന് പറയുന്നത്. ഗാംസിൻ. ഓക്കെ, റഷ്യയിൽ വീശുന്ന തണുത്ത കാറ്റുണ്ട്. അതാണ് പുർഗ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റുണ്ട്. അത് ഏതാണ്? അത് ലാവർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാദേശിക വാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളും അത് വീശുന്ന പ്രദേശവും അതിന്റെ സവിശേഷതയും എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം പ്രാദേശിക വാദങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള എക്സാംസിനൊക്കെ ചോദിച്ച് കാണുന്നുണ്ട് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തൊരു ഏരിയയിലേക്ക് നോക്കാം. പ്രാദേശിക വാദങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് സമുദ്രജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. ഓഷ്യൻ കറൻസിന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് കണ്ടിട്ടുണ്ട്? ഓഷ്യൻ കറൻസിന്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. 1, ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അടുത്തത്, അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് എന്തല്ലാത്തതുള്ളത്? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി ഇതേ ഭാഗത്ത് നിന്ന്, അതായത് ഓഷ്യൻ കറൻസിന്റെ ഇതേ ഭാഗത്ത് നിന്ന് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, അറ്റ്ലാന്റിക് സമുദ്രമാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ഒരു ഓഷ്യൻ കറൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് പഠിച്ചു വെക്കണം? സമുദ്രജല പ്രവാഹങ്ങളെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്താ ഒരു സമുദ്രജല പ്രവാഹം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഓഷ്യൻ കറന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, തുടർച്ചയായിട്ടുള്ള ആ ഒരു ഫ്ലോയിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹം എന്ന് വിളിക്കുന്നത്. ഇതേ സമുദ്രജല പ്രവാഹങ്ങൾ 2 രീതിയിലാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഉഷ്ണജല പ്രവാഹം അല്ലെങ്കിൽ വാം ഓഷ്യൻ കറൻസ് എന്ന് പറയും. മറ്റൊന്ന് ശീതജല പ്രവാഹം അല്ലെങ്കിൽ കോൾഡ് ഓഷ്യൻ കറൻസ് എന്ന് പറയും. ഇത്തരത്തിൽ 2 രീതിയിലാണ് എന്തുള്ളത്? ഓഷ്യൻ കറൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഓഷ്യൻ കറൻസ് എവിടെ നിന്നും എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഉഷ്ണമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് പോകുന്ന സമുദ്രജല പ്രവാഹങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്?
ഉഷ്ണജല പ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഉഷ്ണജല പ്രവാഹങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കുന്നു? എവിടെ നിന്നാണ്? ഉഷ്ണമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്നോ എങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു? ധ്രുവീയ അല്ലെങ്കിൽ ഉപധ്രുവീയ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശീതജല പ്രവാഹങ്ങൾ എവിടെ നിന്നും എങ്ങോട്ട് സഞ്ചരിക്കുന്നത് നോക്കുക. എവിടെ നിന്നാണ്? ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ സഞ്ചരിക്കുന്നു. അതായത് ഒന്ന് താഴേന്ന് മുകളിലോട്ട് അല്ലെ ധ്രുവീയ മേഖലയിലേക്ക് പോകുന്നു, അത് വാം ഓഷ്യൻ കറന്റ്സ്. ഇനി മുകളിൽ നിന്നും, അതായത് ധ്രുവീയ മേഖലയിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഇക്വേറ്ററിന്റെ ഒക്കെ ഭാഗത്തോട്ടേക്ക് വരുമ്പം, ഉപോഷ്ണ അല്ലെങ്കിൽ ഉഷ്ണ മേഖലയിലേക്ക് വരുമ്പം അതെന്തെന്ന് വിളിക്കുന്നു? അതിനെ ശീതജല പ്രവാഹം അല്ലെങ്കിൽ കോൾഡ് ഓഷ്യൻ കറന്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട ഓഷ്യൻ കറന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ സമുദ്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഓഷ്യൻ കറന്റ്സ് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെ പറ്റിയിട്ടാണ്. പസഫിക് സമുദ്രത്തിലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. അതായത് ഉഷ്ണമേഖലാ പ്രവാഹവും അതുപോലെ തന്നെ ശീതജല പ്രവാഹവും. വാം ഓഷ്യൻ കറന്റ്സ് ഏതൊക്കെയാണെന്നും പഠിക്കണം, കോൾഡ് ഓഷ്യൻ കറന്റ്സ് ഏതൊക്കെയാണെന്നും പഠിക്കണം. അപ്പൊ പസഫിക് സമുദ്രത്തിലെ വാം ഓഷ്യൻ കറന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഉത്തര മധ്യരേഖ പ്രവാഹമാണ്. മറ്റൊന്ന് കുറോഷ്യ പ്രവാഹം. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. കുറോഷ്യ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറോഷ്യോ എവിടുത്തെയാണ്? പസഫിക് സമുദ്രത്തിലെ ഒരു വാം ഓഷ്യൻ കറന്റ് ആണ്. അതുപോലെ തന്നെ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം, അതുപോലെ തന്നെ ഉത്തര പസഫിക് പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം. ഇതൊക്കെ എന്താണ്? ഉഷ്ണജല പ്രവാഹങ്ങളാണ്. എവിടുത്തെ? നമ്മുടെ പസഫിക് ഓഷ്യനിലെ. അപ്പൊ പസഫിക് ഓഷ്യനിലെ ശീതജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ കോൾഡ് കറന്റ്സ് ഏതൊക്കെയായിരിക്കും? ഒന്ന് ഹംബോൾട്ട് പ്രവാഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹംബോൾട്ട് കറന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹംബോൾട്ട് കറന്റ് പസഫിക് സമുദ്രത്തിലെ കോൾഡ് ഓഷ്യൻ കറന്റ്സ് ആണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിഫോർണിയ പ്രവാഹം. കാലിഫോർണിയ എന്താണ്? ഒരു ശീതജല പ്രവാഹമാണ്, പസഫിക് ഓഷ്യനിലെയാണ്. മറ്റൊന്നാണ് ഒയാഷിയോ. അതും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ പഠിച്ചത് കുറേഷ്യോ, അതായത് വാം ഓഷ്യൻ കറന്റ് ആണ് കുറേഷ്യോ. ഒയാഷിയോ എന്താണ്? ഒയാഷിയോ എന്ന് പറയുന്നത് ശീതജല പ്രവാഹമാണ് കേട്ടോ. അടുത്തത് പശ്ചിമവാത പ്രവാഹം. ഇതൊക്കെ എന്താണ്? പസഫിക് ഓഷ്യനിലെ കോൾഡ് ഓഷ്യൻ കറന്റ്സ് ആണ്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നോക്കിയാലോ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നമുക്ക് ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ വാം ഓഷ്യൻ കറന്റ്സ് ആണ് ഉത്തര മധ്യരേഖ പ്രവാഹം, ഫ്ലോറിഡ കറന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഗൾഫ് സ്ട്രീം എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഗൾഫ് സ്ട്രീം ഏത് സമുദ്രത്തിലെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. അപ്പൊ ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിലെയാണ്. അതുപോലെ തന്നെ ഉത്തര അറ്റ്ലാന്റിക് കറന്റ്, ദക്ഷിണ മധ്യരേഖ കറന്റ്, അതുപോലെ തന്നെ ബ്രസീൽ കറന്റ്, മധ്യരേഖ പ്രതിപ്രവാഹം, ഇതൊക്കെ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വാം ഓഷ്യൻ കറന്റ്സ് ആണ്. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കോൾഡ് ഓഷ്യൻ കറന്റ്സും കൂടി നമ്മൾ പഠിക്കണം. ഏതൊക്കെയാ? കോൾഡ് ഓഷ്യൻ കറന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലാബ്രഡോർ കറന്റും കാനറീസ് കറന്റും അതുപോലെ തന്നെ ബൻഗ്വേല കറന്റും ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ലാബ്രഡോർ, കാനറീസ്, ബൻഗ്വേല ഇത് മൂന്നും എവിടുത്തെയാണ്? ഇത് മൂന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ്. ഒരിക്കൽ കൂടി പറയാം. ലാബ്രഡോർ, കാനറീസ്, ബാൻഗ്വേല. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഓഷ്യൻ കറന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം എന്ന് പറയുന്നത് ഒരു ഉഷ്ണജല പ്രവാഹമാണ് ഇന്ത്യൻ ഓഷ്യനിലെ. അതുപോലെ തന്നെ ദക്ഷിണ മധ്യരേഖ പ്രവാഹം അഗുൽഹാസ് പ്രവാഹം. അഗുൽഹാസ് പഠിച്ചു വെക്കണം. അഗുൽഹാസ് എന്ന് പറയുന്നത് ഒരു വാം ഓഷ്യൻ കറന്റ് ആണ് ഇന്ത്യൻ ഓഷ്യനിലെ. മറ്റൊന്നാണ് ശീതജല പ്രവാഹങ്ങൾ നോക്കാം. ശീതജല പ്രവാഹങ്ങളിൽ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവുമുണ്ട്, പശ്ചിമവാത പ്രവാഹവുമുണ്ട്. അപ്പൊ അത് രണ്ടും ഇന്ത്യൻ ഓഷ്യനിലെ പ്രധാനപ്പെട്ട ഓഷ്യൻ കറന്റ്സ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഓഷ്യൻ കറന്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ബേസിക് ആയിട്ട് ഇത്രയും ഓഷ്യൻ കറന്റ്സ് എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഈ മേഖലകളിൽ നിന്ന് ഇപ്പൊ ചോദിച്ച് കാണുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുണ്ടായിരുന്നു? ഭൂരൂപങ്ങളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2 എയും ബിയും 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഒരു അസേർഷൻ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എയിൽ എന്താ പറയുന്നത്? ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. അടുത്തത് നോക്കിക്കേ, ബിയിൽ എന്താ പറയുന്നത്? മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിൽ എയും ബിയും ശരിയാണോ, അതോ എ മാത്രമാണോ ശരി, ബി തെറ്റാണോ, അതോ ഇത് രണ്ട് പ്രസ്താവനകളുടെയും വിശദീകരണം കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ശരിയാണല്ലേ? ഇനി ബി നോക്കിക്കേ, മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതലായിരിക്കും. കറക്റ്റ് അല്ലേ? മരുഭൂമികളിൽ ബാഷ്പീകരണം, ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. അതായത് പെർസിപ്പിറ്റേഷനെക്കാളും കൂടുതലാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അവിടെ എന്ത് നമുക്ക് കൂടുതൽ കാണാൻ വേണ്ടി കഴിയുന്നത്? ഉപ്പുജല തടാകങ്ങൾ കൂടുതലായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ഭൂരൂപങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ചൊരു കോൺസെപ്ച്വൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ചൊന്ന് ആലോചിച്ചാൽ വളരെ ഈസിലി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഭൂരൂപത്തിൽ നിന്ന് വന്നേക്കുന്ന താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. 4 ഭൂരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപവഹന ഗർത്തം, കൂൺശിലകൾ, ടെറായ്, മണൽമേടുകൾ. ഇങ്ങനെ 4 ഭൂരൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒറ്റയാനായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് അല്ലെ, കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ടെറായ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപവഹന ഗർത്തമാണെങ്കിലും കൂൺശിലകളാണെങ്കിലും അതുപോലെ തന്നെ മണൽമേടുകളാണെങ്കിലും അത് 3ഉം കാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, കാറ്റ് മൂലം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. എന്നാൽ ഈ ടെറായി എന്ന് പറയുന്നത് റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന, നദികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭൂരൂപമാണ് ടെറായി എന്ന് പറയുന്നത്. ബാക്കി 3ഉം എന്താണ്? കാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു പോർഷനില് നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജൻസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായികളെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ആരൊക്കെയാ ഭൂരൂപീകരണ സഹായികൾ? ഒഴുകുന്ന ജലം, അതുപോലെ തന്നെ കാറ്റ്, തിരമാലകൾ, ഗ്രൗണ്ട് വാട്ടർ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഓരോ ഭൂരൂപീകരണ സഹായികളും ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നദികൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓക്സ്ബോ ലേക്ക് ഉണ്ട്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ, ബി രൂപ താഴ്വരകൾ, ഇതൊക്കെ എന്താണ്? നദികൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, കൂൺശിലകളും മണൽമേടുകളൊക്കെ അല്ലെ. അപ്പൊ ഓരോ ഭൂരൂപീകരണ സഹായികളും ക്രിയേറ്റ് ചെയ്യുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം ആ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലിഫ്. എന്താണ് ക്ലിഫ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഭൂരൂപത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഓപ്ഷൻ ബി, ഇത് ഒരു ശിലയുടെ പേരാണ്. ഓപ്ഷൻ സി, ഇതൊരു കൊടുമുടിയാണ്. ഓപ്ഷൻ ഡി, ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിഫ് എന്ന് വെച്ചാൽ എന്താ? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ് അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ക്ലിഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരമാലകൾ ക്രിയേറ്റ് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് കണ്ട വർക്കല ക്ലിഫിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പിക്ചർ കണ്ട എന്താണ് ക്ലിഫ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ സമുദ്രത്തിനോട് ചേർന്നിട്ട് പാറക്കെട്ടുകൾ ഉണ്ടാവും അല്ലെ. ഈ പാറക്കെട്ടുകൾ എന്ത് ചെയ്യും? തിരമാലകൾ വന്നിട്ട് തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, തിരമാലകൾ വന്ന് ഈ പാറക്കെട്ടുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ വന്ന് അടിക്കുമ്പോൾ പതിയെ എന്ത് ചെയ്യും? ഈ പാറകളുടെ ഈ ഒരു അടിഭാഗം ഇങ്ങനെ തേഞ്ഞ് വരാൻ തുടങ്ങും. അത് പെട്ടെന്നുണ്ടാകുന്ന പ്രോസസ്സ് അല്ല. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അടിക്കുമ്പോൾ അങ്ങനെ അടിച്ചടിച്ച് ഒരു ടൈം പീരീഡ് കഴിയുമ്പം ഈ അടിഭാഗം എന്ത് ചെയ്യാൻ തുടങ്ങും? പതിയെ തേഞ്ഞ് തീരാൻ തുടങ്ങും, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെ. ഇറോഷൻ സംഭവിക്കും, അവിടെ അപരദനം അവിടെ സംഭവിക്കും. അത്തരത്തിൽ അപരദനം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഒരു
ഇങ്ങനെ കൂർത്ത് നീണ്ടു കിടക്കും. ഓക്കെ, ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കൂർത്ത് നീണ്ടു കിടക്കും. നിങ്ങൾ ചില ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബീച്ചിനോട് കുറച്ച് വിട്ടിട്ട് കുറച്ച് പാറകൾ ഇങ്ങനെ ചെങ്കുത്തായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പൊ അതൊക്കെ എന്താണ്? അതൊക്കെ ക്ലിഫുകളാണ്. അപ്പൊ ക്ലിഫുകൾ എങ്ങനെ ഉണ്ടാകുന്നത്? ഈ തിരമാലകൾ മൂലം ഉണ്ടാകുന്ന ഒരു ഭൂരൂപമാണ് ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഓരോ ഭൂരൂപീകരണ സഹായികളും ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. കാരണം ഇവിടെ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇത് കണ്ടു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ നിങ്ങൾ ആ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയപ്പം ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന മറ്റൊരു മേഖലയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഇടുക്കിയാണ്. ഇനി ഇതേ ഭാഗത്ത് നിന്ന് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ഏത്? ഓക്കെ, ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതില് കുറ്റ്യാടി കോഴിക്കോട്, ശബരിഗിരി പത്തനംതിട്ട, ഷോളയാർ തൃശ്ശൂർ, കല്ലട കൊല്ലം, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നത്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ചോദിച്ചത് ശരിയല്ലാത്ത ക്വസ്റ്റ്യൻ ഏതെന്നായിരുന്നു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും എന്തായിരുന്നു? 4 ഓപ്ഷൻസും കറക്റ്റ് ആയിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിലെ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും PSC ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും കൂടി അറിഞ്ഞിരിക്കുക. കല്ലട സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറാണ്. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് അല്ലെ, കൊല്ലം ജില്ലയിലാണ്. ശബരിഗിരി ഏത് നദിയിലാ? പമ്പാ നദിയിൽ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ടയാണ് അല്ലെ, പത്തനംതിട്ടയാണ്. അടുത്തത് ഇടുക്കി പെരിയാർ റിവറിലാണ്. ഏത്? ഇടുക്കി ജലസേചന പദ്ധതി പെരിയാർ റിവറിലാണ്, ഇടുക്കി ജില്ലയിലാണ്. ചെങ്കുളം എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. റിവർ മുതിരപ്പുഴയാണ്, ജില്ല ഏതാണ്? ഇടുക്കിയാണ്. പള്ളിവാസലും മുതിരപ്പുഴയാണ്, ജില്ല ഏതാണ്? ഇടുക്കിയാണ്. പന്നിയാർ എന്ന് പറയുന്നത് പന്നിയാർ റിവറിൽ തന്നെയാണ്, ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കൂടുതലും ഇടുക്കിയാണ് അല്ലെ. അടുത്തത് മാട്ടുപ്പെട്ടി പെരിയാർ റിവറിലാണ്, ജില്ല ഇടുക്കിയാണ്. മുത്തുങ്കൽ പന്നിയാർ റിവറിലാണ്, ജില്ല ഇടുക്കിയാണ്. ഷോളയാർ എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ജില്ല എവിടെയാണ്? തൃശ്ശൂരാണ്. പെരിങ്ങൽകുത്ത് എവിടെയാണ്? ചാലക്കുടി പുഴയാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തത് കുറ്റ്യാടി എവിടെയാണ്? കുറ്റ്യാടി പുഴയിലാണ്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ഇത്തരത്തില് പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് 2 ചോദ്യങ്ങൾ കണ്ടു. ഒന്ന് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗത്തു നിന്നും, മറ്റൊന്ന് പീഠഭൂമിയുടെ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അതായത് പ്രസ്താവന ചോദ്യമാണ്, ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. നദികളുടെ ഉത്ഭവ പ്രദേശം. ഓപ്ഷൻ ബി, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. ഓപ്ഷൻ സി, ഉഷ്ണക്കാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത, ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റിപ്പോയെന്നറിയോ? ഇത് തെക്ക് നിന്നല്ല വീശുന്നത്, വടക്ക് നിന്നും വീശുന്ന വരണ്ട കാറ്റിനെയാണ്, അല്ലെങ്കിൽ വടക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെയാണ് എന്ത് തടഞ്ഞു നിർത്തുന്നത്? നമ്മുടെ ഉത്തരപർവ്വത മേഖല തടഞ്ഞു നിർത്തുന്നത്. അത്തരത്തിൽ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് ഇന്ത്യ ഒരു കോൾഡ് ഡെസേർട്ട് ആയിട്ട് മാറാത്തത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതേ മേഖലയിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. അതാണ് ഇത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഏതാ തെറ്റായിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത്
ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം. എക്കൽ വിശറികൾ എവിടെയാ കാണാൻ സാധിക്കുന്നത്? നദികൾ വന്നടിയുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെവിടെയാ? അത് ഉപദ്വീപീയ പീഠഭൂമിയിലാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അല്ല അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് പഠിക്കാൻ വളരെ ഈസിയാണ് അല്ലെ. ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് നമുക്ക് ഇവിടെ നമ്മുടെ ഹിമാലയം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തര പർവ്വത മേഖലയുണ്ട്. ഇനി ഇവിടെ നിന്നും ഒഴുകുന്ന നദികൾ, ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകുന്ന നദികൾ എവിടെ വന്ന് എങ്ങോട്ടേക്കാ വരിക? ഇതിലെ ഇങ്ങനെ ഒഴുകും അല്ലെ. നദികൾ ഇതിലെ ഒഴുകും. എന്നിട്ട് ഇവിടെ എക്കൽ മണ്ണൊക്കെ നിക്ഷേപിച്ച് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യും. ഉത്തര പർവ്വത മേഖല കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഭൂരൂപമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തര മഹാസമതലം അല്ലെ. അവിടെയല്ലേ കൂടുതൽ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന. കാരണം എന്താ? നദികൾ ഒഴുകി വരുന്ന ഭാഗമാണ് അല്ലെ. എക്കൽ നിക്ഷേപം കൂടുതലുള്ള ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയില് ഉത്തര മഹാസമതലത്തിന് തൊട്ട് താഴെയായി ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പീഠഭൂമി. ഇന്ത്യൻ പീഠഭൂമി എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇന്ത്യയുടെ രണ്ട് സൈഡിലും എന്തുണ്ട്? ഇന്ത്യയുടെ 3 സൈഡിലും ആക്ച്വലി എന്താണ്? സമുദ്രങ്ങളാണല്ലേ. അപ്പൊ നമ്മുടെ വെസ്റ്റ് സൈഡിലും ഈസ്റ്റ് സൈഡിലും സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂവിഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് തീരപ്രദേശം. അപ്പൊ 2 തീരപ്രദേശമാണ് നമുക്കുള്ളത്. ഈ 2 തീരപ്രദേശമാണ്. വെസ്റ്റ് കോസ്റ്റും ഉണ്ട്, നമുക്ക് ഈസ്റ്റ് കോസ്റ്റും ഉണ്ട് അല്ലെ. ഓക്കെ, പിന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഐലൻഡുകളുമുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളുമായിട്ട് ഇത്രയും ഭൂവിഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ഭൂവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോഗ്രഫിയിൽ നിന്ന് വന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ കൃത്യമായിട്ടും ഇത്രയും ഭാഗങ്ങൾ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തില് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ടും പഠിച്ചു പോവുക. ജോഗ്രഫി മാത്രമല്ല, ഓരോ സബ്ജക്റ്റും നിങ്ങൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി നമ്മുടെ PSC 10th ലെവലും 12th ലെവലും എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് BFA, ഇനിയിപ്പോൾ വരുന്ന എക്സാംസ് BFA, ബെവ്കോ LDC, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പുതിയൊരു ലോങ് ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണുന്നതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്